ഹായ് മക്കളെ, നമുക്കിന്ന് ഓണം എക്സാമിന് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഇംഗ്ലീഷിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1, ലിസൺ ആൻഡ് ഡു. ശ്രദ്ധിച്ച് കേട്ട് ചെയ്യുക. ഡ്രോ എ സർക്കിൾ അറൗണ്ട് ദ സ്മോൾ കാർ. ചെറിയ കാറിന് ചുറ്റും ഒരു വട്ടം വരയ്ക്കുക. മക്കളെ, ഇവിടെ 2 കാറുകൾ തന്നിട്ടുണ്ട്. ഇതിൽ സ്മോൾ കാറിന് ചുറ്റും വട്ടം വരയ്ക്കുക. ഈ ആക്ടിവിറ്റിയിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഗീവ് കളർ ടു 5 ബോൾസ്. 5 പന്തുകൾക്ക് നിറം നൽകുക. മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് മേശപ്പുറത്തിരിക്കുന്ന പന്തുകളിൽ ഏതെങ്കിലും 5 പന്തുകൾക്ക് മാത്രം നിറം നൽകുക. മക്കളെ, ഇതുപോലെയാണ്. ഫസ്റ്റ് ആക്ടിവിറ്റിയിലെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഗീവ് റെഡ് കളർ ടു ദ ബൈസൈക്കിൾ. സൈക്കിളിന് ചുവപ്പ് നിറം നൽകുക. മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചിത്രത്തിൽ കാണുന്ന സൈക്കിളിന് റെഡ് കളർ നൽകുക. ആക്ടിവിറ്റി 1-ലെ നാലാമത്തെ ചോദ്യം നോക്കാം. കളർ ദ ജീപ്പ്. ജീപ്പിന് നിറം നൽകുക. മക്കളെ, ചിത്രത്തിലെ ഓട്ടോറിക്ഷ, കാർ, ബസ്, ജീപ്പ് എന്നീ വാഹനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ജീപ്പിന് മാത്രം നിറം നൽകുക. ആക്ടിവിറ്റി ഫസ്റ്റിലെ 5-ാമത്തെ ചോദ്യം നോക്കാം. ഡ്രോ എ സർക്കിൾ അറൗണ്ട് ദ റാബിറ്റ്. മുയലിന് ചുറ്റും ഒരു വട്ടം വരയ്ക്കുക. മക്കളെ, ചിത്രത്തിൽ കുരങ്ങനും മുയലും എലിയുമാണ് ഉള്ളത്. അതിൽ റാബിറ്റിന് ചുറ്റും മാത്രം വട്ടം വരയ്ക്കുക. ആക്ടിവിറ്റി 2, ഹൂ സെഡ് ദിസ്. ഇത് ആര് പറഞ്ഞു? ജോയിൻ ദ ഡയലോഗ്സ് കറക്റ്റ്ലി. സംഭാഷണങ്ങൾ ശരിയായി യോജിപ്പിക്കുക. ആദ്യത്തെ ഡയലോഗ് നോക്കിയേ. ഐ ഹാവ് എ ബിഗ് ബീക്ക്. എനിക്ക് വലിയൊരു ചുണ്ടുണ്ട് അല്ലെങ്കിൽ കൊക്കുണ്ട്. ഇതാരാ പറഞ്ഞത്? ജില്ലാണല്ലേ. നെക്സ്റ്റ് ഡയലോഗ് നോക്കൂ. ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. അത് ആവർത്തിക്കരുത്. ഇത് പറഞ്ഞതാരാ? ബയർ. നെക്സ്റ്റ് ഡയലോഗ് നോക്കാം. ഐ ഹാവ് എ ഹോൺ. എനിക്കൊരു ഹോൺ ഉണ്ട്. ഈ ഡയലോഗ് ആരാ പറഞ്ഞത്? ബസ്. നെക്സ്റ്റ് ഡയലോഗ് നോക്കാം. ഐ ആം ഔട്ട്. ഞാൻ പുറത്തു വന്നു. ഈ ഡയലോഗ് ആരാ പറഞ്ഞത്? ലിറ്റിൽ പാരറ്റ്. നെക്സ്റ്റ് ഡയലോഗ് നോക്കൂ. ഓ മൈ ലൈറ്റ്. അയ്യോ, എൻ്റെ ലൈറ്റ്. ഈ ഡയലോഗ് ആരാ പറഞ്ഞത്? കാർ. ആക്ടിവിറ്റി നമ്പർ 3, നെയിം കാർഡ്. പേരുള്ള കാർഡ്. ഇവിടെ 2 കാർഡുകൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ കാർഡ് ജില്ലിൻ്റെയാണ്. എഴുതിയിരിക്കുന്നത് നോക്കാം. ദിസ് ഈസ് ജിൽ. ഇത് ജില്ലാണ്. ജിൽ ഈസ് ഗ്രീൻ. ജിൽ പച്ച നിറമുള്ളതാണ്. ജിൽ ഹാസ് എ ബിഗ് ബീക്ക്. ജില്ലിന് വലിയൊരു കൊക്കുണ്ട് അല്ലെങ്കിൽ ചുണ്ടുണ്ട്. രണ്ടാമത്തെ നെയിം കാർഡ് നോക്കൂ. ദിസ് ഈസ് ദിൽ. ഇത് ദില്ലാണ്. ദിൽ ഈസ് ഗ്രീൻ. ദില്ല് പച്ച നിറമുള്ളതാണ്. ദിൽ ഹാസ് ലോങ് ലെഗ്സ്. ദില്ലിന് നീളമുള്ള കാലുകളുണ്ട്. പ്രിപ്പയർ എ നെയിം കാർഡ് ഓഫ് റിൽ. റില്ലിൻ്റെ ഒരു നെയിം കാർഡ് തയ്യാറാക്കുക. ദിസ് ഈസ് റിൽ. ഇത് റില്ലാണ്. റിൽ ഈസ് ഗ്രീൻ. റിൽ പച്ച നിറമുള്ളതാണ്. റിൽ ഹാസ് എ റെഡ് റിംഗ്. റില്ലിന് ഒരു ചുവന്ന വളയമുണ്ട്. ആക്ടിവിറ്റി 4, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഇത് നിന്റെ തെറ്റാണ്. വാട്ട് വിൽ ദ റാബിറ്റ് സേ. മുയൽ എന്തായിരിക്കും പറയുക? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. സംഭാഷണം പൂർത്തിയാക്കുക. മക്കൾ, ഇവിടെ ഒരു പിക്ചർ സ്റ്റോറി തന്നിട്ടുണ്ട്. റാബിറ്റ് ബനാന കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബനാനയുടെ പഴത്തോലെടുത്ത് തറയിലെറിഞ്ഞു. അതുവഴി വന്ന ബെയർ എന്താണ്? അതിൽ ചവിട്ടി താഴെ വീണു. ബെയർ റാബിറ്റിൻ്റെ അടുത്ത് ദേഷ്യത്തിൽ പറയാണ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇത് ആവർത്തിക്കരുത്. അപ്പോൾ റാബിറ്റ് മറുപടി എന്ത് പറഞ്ഞിരിക്കും? ഐ എം സോറി. എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിരിക്കും. ആക്ടിവിറ്റി 5, ആഡ് എ ലൈൻ ടു ദ സോങ്. പാട്ടിലേക്ക് ഒരു വരി കൂടി ചേർക്കുക. പോളീസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ്. പോളിയുടെ കൂട്ടുകാർ കളിക്കുകയാണ്. പ്ലേയിങ് ഇൻ ദ റെയിൻ. മഴയത്ത് കളിക്കുകയാണ്. ദ എലിഫൻറ്റ് ഈസ് പ്ലേയിങ്. ആന കളിക്കുകയാണ്. പ്ലേയിങ് ഇൻ ദ റെയിൻ. മഴയത്ത് കളിക്കുകയാണ്. പോളീസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ്. പോളിയുടെ കൂട്ടുകാർ കളിക്കുകയാണ്. പ്ലേയിങ് ഇൻ ദ റെയിൻ. മഴയത്ത് കളിക്കുകയാണ്. നോക്കൂ മക്കളെ, അടുത്ത് എഴുതി ചേർക്കാനുണ്ട് അല്ലേ. അപ്പം നമ്മൾ ആദ്യത്തേൽ നോക്കൂ. എലിഫൻറ്റ് ഈസ് പ്ലേയിങ് എന്ന് വന്നു അല്ലേ. അപ്പോൾ ഇവിടെ വേറെയും 2 പേര് കളിക്കുന്നുണ്ട്. ആരൊക്കെയാണ്? റാബിറ്റ് കളിക്കുന്നുണ്ട്, ഡക്ക് കളിക്കുന്നുണ്ട് അല്ലേ. അപ്പം നമുക്കിവിടെ ഈ 2 പേരിൽ ആരുടെ പേര് വേണമെങ്കിലും എഴുതാം. നമുക്കിപ്പോൾ എഴുതാം. ദ റാബിറ്റ് ഈസ് പ്ലേയിങ് ഇൻ ദ റെയിൻ. മഴയത്ത് കളിക്കുകയാണ്. മക്കളെ, ഇതോടുകൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആക്ടിവിറ്റികൾ അവസാനിച്ചു. 1-ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും ഓണപ്പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ വീഡിയോസ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്.
ആവശ്യമുള്ളവർ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായി കാണാം. നന്ദി.